അല്ലേച്ചി, ഗായത്രി ദേവിയുടെ സ്ഥാനത്ത് ഇപ്പൊ ചേച്ചിയല്ലേ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായും വരലക്ഷ്മി പൂജ നടത്തേണ്ടത് ചേച്ചിയല്ലേ. പാർവതി പൂജ നടത്താന്ന് പറഞ്ഞപ്പോ ചേച്ചി എന്തിനാ അത് സമ്മതിച്ചത്? എടാ പ്രതാപ, എടാ ഈ പൂജയിലൊക്കെ എന്താ ഇരിക്കുന്നേ? അത് അവള് തന്നെ നടത്തിക്കോട്ടെ. ഈ പൂജ ഇപ്പൊ ഞാൻ നടത്തണമെന്ന് പറഞ്ഞ ചിലപ്പോ പാർവതിക്ക് അത് അനിഷ്ടമാവും. അത് അവൾ അടുത്ത പ്രാവശ്യം ഗായത്രി ദേവിയുടെ ആത്മാവിനെ നേരിട്ട് കാണുമ്പോ പറയും. ഗായത്രിക്ക് നമ്മളോടുള്ള പക ഇരട്ടിക്കും. അവള് നമ്മളെ കൊടുക്കാനുള്ള എന്തെങ്കിലും മാർഗം പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യും. അത് ചിലപ്പോ നമ്മുടെ പദ്ധതികളെ മുഴുവൻ തകർക്കും. എന്തിനാടാ ഇപ്പൊ നമ്മൾ ഈ പൂജയുടെ പേരില് ആവശ്യമില്ലാത്ത പുലിവാല് പിടിക്കുന്നേ? ഒരു കണക്കിന് ചേച്ചി പറഞ്ഞ ശരിയാ. മെമ്മറി കാർഡിന്റെ വിഷയത്തില് തലനാരിഴക്കല്ലേ നമ്മൾ രക്ഷപ്പെട്ടത്. വീണ്ടും അതുപോലുള്ള സിറ്റുവേഷൻസ് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കാതിരിക്കാൻ നല്ലത്. ഗായത്രിയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് പാർവതിയോട് സംസാരിച്ചു എന്ന് പാർവതി പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഒന്ന് ഭയന്നു. മെമ്മറി കാർഡിലെ പാസ്വേഡ് എങ്ങാനും ഗായത്രി അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. ആ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. എന്തായാലും നമ്മള് പേടിച്ച പോലൊന്നും സംഭവിച്ചില്ലല്ലോ. ആ പാസ്വേഡ് ഗായത്രി പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നല്ലേ പാർവതി പറഞ്ഞത്? അത് ചിലപ്പോ അവള് നമ്മളോട് കള്ളം പറഞ്ഞാണെങ്കിലേ ചേച്ചി. എടാ, അങ്ങനെ ഒരു സാധ്യതയില്ല. പാസ്വേഡ് പറഞ്ഞിരുന്നെങ്കിൽ അവളത് ആരോട് പറഞ്ഞില്ലെങ്കിലും വിശാലിനോട് പറയത്തില്ലേ? വിശാൽ ആ പാസ്വേഡ് വെച്ച് മെമ്മറി കാർഡ് ഓപ്പൺ ആക്കുകയും ചെയ്യും. അല്ല, ഒരു പക്ഷേ അവര് രണ്ടാളും കൂടി രഹസ്യമായിട്ട് മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തെങ്കിലും. എന്റെ പൊന്നു പ്രതാപ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നീയും ഒക്കെ ഇപ്പൊ ഈ വീട്ടിലുണ്ടാവുമായിരുന്നോ? എടാ, നമ്മൾ വല്ല പോലീസ് കസ്റ്റഡിയിലും ആവില്ലായിരുന്നോ? അതും ശരിയാ. എടാ, ഇനി മുതൽ അങ്ങോട്ട് വളരെ തന്ത്രപരമായിരിക്കണം നമ്മുടെ ഓരോ നീക്കങ്ങളും. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നേ? അതൊക്കെ പറയാം. നീ ആദ്യം പൂജയ്ക്കുള്ള ലിസ്റ്റ് തയ്യാറാക്ക്. ശരി, ചേച്ചി പറ. എഴുതിക്കോ. താമരപ്പൂവ്, താമരപ്പൂവ്. തെച്ചിപ്പൂവ്, തെച്ചിപ്പൂവ്. എഴുതിയോ? അരളി. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കൊലയാളിയായ രാക്ഷസി വരലക്ഷ്മി പൂജയ്ക്ക് വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഇവളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കതിനിപ്പോൾ സാധിക്കില്ലല്ലോ. കൊല്ലാൻ സാധിച്ചില്ലെങ്കിലും ഇവളെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ചന്ദനം. അയ്യോ, അമ്മേ, എന്തെങ്കിലും പറ്റിയോ ചേച്ചി? എന്തുവാടോ ഈ കാണിച്ചത്? ഇയാളുടെ മുഖത്ത് കണ്ണില്ലടോ? കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലല്ലോ പ്രഭാവതി. എടോ, കാഴ്ചയില്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി അവിടെ എവിടെയും പോയിരിക്കണം. ഇത് അങ്ങനല്ലല്ലോ. കാഴ്ച ഉള്ളവരെ കാട്ടി കേമമായിട്ട് അവിടെ ഇവിടെ കയറി ഇറങ്ങി നടക്കല്ലേ? അങ്ങളെ, പാവം മുത്തശ്ശനൊരു അബദ്ധം പറ്റിയതല്ലേ, വിട്ടുകളാ. ഇതാണ് അബദ്ധം. അമ്മേ, മുത്തശ്ശനോട് ക്ഷമിക്ക്. കാഴ്ചയില്ലാത്തവരുടെ വിഷമം അവർക്കല്ലേ അറിയൂ. നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ഈ വീടിനകത്ത് അധികം കറങ്ങി നടക്കാതിരിക്കുന്നതാ നല്ലത്. ആ മുറിയിൽ തന്നെ അങ്ങ് ഇരുന്നാ മതി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ആരെങ്കിലും ഒന്ന് വിളിച്ചാ മതി. എന്ത് സഹായവും മുന്നിൽ വരും. അല്ല, താനിപ്പോ എന്തിനാ ഇങ്ങോട്ട് എഴുന്നില്ലേ? അല്ല, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാൻ വന്നതാ. എന്ത് അഭിപ്രായം? ഇവിടെ വരലക്ഷ്മി പൂജ നടക്കുന്നു എന്നറിഞ്ഞു. മുത്തശ്ശൻ എങ്ങനെ അതറിഞ്ഞു?
നിങ്ങളാരോ പറയുന്നത് കേട്ടതാ. കേട്ടത് ശരിയാ. ആ പൂജ ആരാ ചെയ്യുന്നത്? എന്റെ അഭിപ്രായത്തിൽ വരലക്ഷ്മി പൂജ ചെയ്യാൻ ഏറ്റവും അനുയോജ്യ പാർവതിയാ. പാർവതി ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളല്ലേ? അപ്പോ ശാസ്ത്രവിധി പ്രകാരം തന്നെ പാർവതിക്ക് ഈ പൂജ നടത്താൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പൂജ പാർവതി തന്നെയാ നടത്തുന്നത് മുത്തശ്ശ. നന്നായി, വളരെ നന്നായി. ആ അമ്മേ, പൂജയ്ക്ക് വേണ്ടി പൂക്കളും മറ്റും വാങ്ങണമായിരുന്നു. പ്രതാപൻ സാറ് പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഇവൻ പോയി വാങ്ങിയിട്ട് വരും. ഞങ്ങൾ അതിനു വേണ്ട ലിസ്റ്റ് ഇടുകയായിരുന്നു. ആ, നിങ്ങളൊരു കാര്യം ചെയ്യ്. ഇയാളെ ഇയാളുടെ മുറിയിൽ കൊണ്ടുചെന്നാക്ക്. ഇല്ലെങ്കിൽ വീണ്ടും ഇവിടെ എവിടെയെങ്കിലും തട്ടി വീഴും. വേണ്ട, നിങ്ങൾ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളൂ, ഞാൻ പൊയ്ക്കോളാം. അമ്മേ, ഞങ്ങൾ പോയിട്ട് വിളക്കും കിണ്ടിയും താലവും ഒക്കെ ഒരുക്കി വെക്കാം. ആ ശരി, ഗാർഗി ചെല്ല്. വാ. ആ പ്രതാപ, നീ പൂവ് വാങ്ങാൻ പോകുമ്പോഴേ ഒരു ഹൈ ഹീൽ ചെരുപ്പ് കൂടി മേടിച്ചിട്ട് വരണം. ഹൈ ഹീൽ ചെരുപ്പോ? അതെന്തിനാ? ആ, നീ ഞാൻ പറഞ്ഞത് ചെയ്യ്. കഥകളൊക്കെ വഴിയേ പറയാം. ചേച്ചി, ആ, നീ എത്തിയോ? ദാ ചേച്ചി പറഞ്ഞ ഹൈ ഹീൽ ചെരുപ്പ് റെഡി. ആ ഷോപ്പിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വില കൂടിയ ചെരുപ്പായത് അല്ലേ ചേച്ചി? ചേച്ചി ഇനിയെങ്കിലും എന്നോട് പറ, എന്തിനാ ഈ ഹൈ ഹീൽ ചെരുപ്പ്? അല്ല, ഇത്ര ഹീലുള്ള ചെരുപ്പ് ചേച്ചി ഉപയോഗിക്കാറില്ലല്ലോ, പിന്നെന്തിനാ ഇത്? അതെ, ഇത് എനിക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാ. ഗിഫ്റ്റോ? അതാർക്ക് ഇത്ര വില കൂടിയ ഹീൽ ചെരുപ്പ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്? ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് തന്നെയാ. ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാളോ? അതിപ്പോ ആരാ? ജാസ്മിന? ഓ, ജാസ്മിനാണോ ചേച്ചി സമ്മാനിക്കാൻ പോകുന്നത്? അല്ല, പിന്നെ ആർക്കാ? നീ ഒന്ന് ഗസ് ചെയ്ത് നോക്കടാ. പാർവതിക്ക് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാൻ സാധ്യതയില്ല. പിന്നിപ്പോ ആർക്കാ? പല്ലവിക്കാണോ? അതെ, ഇത് അവൾക്ക് തന്നെയാ. കഷ്ടം. എന്ത് കഷ്ടം? ആ പട്ടിക്കാട്ടുകാരിക്കാണോ കോസ്റ്റ്ലി ആയ ചെരുപ്പ് മേടിച്ചു കൊടുക്കുന്നേ? അതും ഹൈ ഹീല്. നേരെ ചൊവ്വേ സാധാരണ ചെരുപ്പിട്ട് നടക്കാൻ അറിയാത്തവളാ ഇനി ഹൈ ഹീലിൽ കയറി നടക്കാൻ പോകുന്നേ. ആ, അവളെ നീ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഒന്ന് പുഷ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ അവളെ മോഡേൺ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അല്ല ചേച്ചി, അവളെ മോഡേണാക്കി എടുത്തിട്ട് ചേച്ചിക്ക് എന്ത് കിട്ടാനാ? ഇതിനുള്ള മറുപടി ഞാൻ നിന്നോടൊരിക്കൽ പറഞ്ഞതല്ലേ, അല്ലേടാ? എന്തോ ചേച്ചിയുടെ ആ പ്ലാനെ എനിക്ക് എത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. മോരും മുതിരും തിരിച്ചറിയാത്ത ഈ പെണ്ണിനെ ആയുധമാക്കി പാർവതിയെ വീഴ്ത്താന്ന് വെച്ചാലേ വല്ല നടക്കുന്ന കാര്യമാണോ ചേച്ചി? നീ ഒന്ന് സമാധാനമായിട്ട് വെയിറ്റ് ചെയ്യേണ്ട പ്രതാപ. എന്റെ പ്ലാൻ വർക്കൗട്ട് ആവുമെന്ന് നിനക്ക് സാവധാനം ബോധ്യപ്പെടും. ചേച്ചി ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പഠിപ്പിച്ച് അവളെ തലക്കേറ്റി വെച്ചാലേ അവൾ അവസാനം വിനയാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എടാ, ഒരു പെണ്ണിന്റെ മനസ്സ് മറ്റൊരു പെണ്ണിനെ അറിയൂ. അതുകൊണ്ട് നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കണ്ട. കൂടുതൽ സംശയിച്ച് നേരം പാഴാക്കാതെ നീ പോയി ആ പല്ലവി എവിടെയുണ്ടെന്ന് നോക്കിയിട്ട് വന്നേ. അവൾ എവിടെ ഉണ്ടെന്ന് നോക്കുന്നതിനേക്കാൾ ഈസി വിപിൻ എവിടെ ഉണ്ടെന്ന് നോക്കുന്നയാ. അല്ല, വിപിൻ എവിടെ ഉണ്ടോ ആ പരിസരത്ത് പല്ലവൻ ചുറ്റിത്തിരിഞ്ഞുണ്ടാവുമല്ലോ. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. നീ പോയി അവളെ വിളിച്ചിട്ട് വാടാ. ഓ, ഞാൻ വിളിച്ചോണ്ട് വരാം.
നീ എന്താ ഇവിടെ തന്നെ നിന്നെ? ചേച്ചി വിളിച്ചിട്ടല്ലേ നീ വന്നത്? അടച്ചു നിൽക്കാതെ കയറി വാ. ചേച്ചി, ദേ ചേച്ചി പറഞ്ഞ ആളിനെ ഞാൻ കൈയോട് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അല്ല, നീ എന്താ ഈ കാട്ടുന്നത്? നിനക്ക് നാണമാണോ അതോ ബഹുമാനമോ? വിപിൻ സാറിന്റെ അമ്മയല്ലേ? ഓ ഓ, അപ്പോ ബഹുമാനം. ആ പല്ലവി, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ? നീ നല്ല സുന്ദരിയായതുകൊണ്ട്. സുന്ദരിയോ? ഞാനോ? ഞാൻ അത്ര സുന്ദരിയൊന്നല്ല. ദേ, എന്നാര് പറഞ്ഞു? നീ നല്ല സുന്ദരി തന്നെയാ. ദേ, ഈ വിടർന്ന കണ്ണുകളും ഈ മൂക്കും ചുണ്ടുകളും കവിളും, എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. ആ ദേ, നീ അധികം ചെറുപ്പക്കാരടുത്തൊന്നും പോയി നിൽക്കരുത്. അവര് നിന്നെ സൗന്ദര്യത്തിൽ വീണുപോവും. ആ, അതിപ്പം എന്റെ മോൻ വിപിനായാലും ശരി, അല്ലടാ? പിന്നെ പക്ഷേ നീ എന്നും ഇങ്ങനെ വില്ലേജ് ഗേൾ ആയിട്ട് നടന്നാ പോരാ. പറയുന്നത് മനസ്സിലായോ നിനക്ക്? എന്നും ഇങ്ങനെ ഒരു ഗ്രാമീണ സുന്ദരിയായി കഴിഞ്ഞാ പോരാന്ന്. പല്ലവി, ഇനി ഒരു മോഡേൺ ഗേളായിട്ട് മാറണമെന്നാ ചേച്ചി പറഞ്ഞതിന്റെ അർത്ഥം. മോഡേണോ? ഞാനോ? ഏയ്, അതൊന്നും ശരിയാവില്ല. ചേച്ചിക്ക് അത് ഇഷ്ടാവില്ല. ചേച്ചിയുടെ ഇഷ്ടക്കേട് ആര് നോക്കുന്നു? പല്ലവിക്ക് ഇഷ്ടമാണോ? അത് പറ. പറയും മോളെ. ഞാൻ പല്ലവിക്ക് മോഡേൺ ആകാൻ താല്പര്യമുണ്ട് അല്ലേ? ഗുഡ് ഗേൾ. മോഡേൺ ആകണം പല്ലവി. കാലത്തിനനുസരിച്ച് കോലം കെട്ടുക എന്ന് കേട്ടിട്ടില്ലേ? കാലത്തിനനുസരിച്ച് നമ്മളും മാറണം. നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിന്നെ ഞാൻ ആ രീതിയിൽ മാറ്റിയെടുക്കും. ആ, അതിന്റെ ആദ്യ പടിയായി ഞാൻ നിനക്ക് ഒരു ജോഡി ഹൈ ഹീൽ ചെരുപ്പ് തരാൻ പോവാ. മേടിക്കും മോളെ. ഇതാണ് ആ ചെരുപ്പ്. നിനക്കിഷ്ടമായോ? ആ, എന്നാ നീ ഇത് പിടിച്ചോ. ഇനി നീ ഇതിട്ട് വേണം ഇവിടെയൊക്കെ നടക്കാൻ. ആ, ഇനി രാത്രി കിടക്കാൻ നേരത്ത് മാത്രമേ നീ ഇത് ഊരി വെക്കാവൂ. കേട്ടോ? ശരി അമ്മ. ഇത് ചില്ലറ രൂപയുടെ സാധനമൊന്നും അല്ല. 10,000-4,000 രൂപയുടെ ചെരുപ്പാ. 4,000 രൂപയോ? അതിലെന്തിരിക്കുന്നു? ഇപ്പൊ ഈ ചെരുപ്പ് കിട്ടിയപ്പോ നിനക്കുണ്ടായ സന്തോഷമില്ലേ? എനിക്ക് അതാ വലുത്. ചെല്ല്, എന്നിട്ട് ഇപ്പൊ തന്നെ ഇതങ്ങ് ഇട്ട് തുടങ്ങിക്കോ. ശരി അമ്മേ. ചേച്ചി, ഇനി അത് ഊരില്ല. വരലക്ഷ്മി പൂജ ഇവിടെ പതിവായി നടത്തി വരാറുള്ളതാ. ഗായത്രി ചേച്ചി ഉണ്ടായിരുന്നപ്പോ ചേച്ചിയാ ഇവിടെ പൂജ നടത്തിയിരുന്നത്. അതിനുശേഷം കാര്യമായി വരലക്ഷ്മി പൂജയൊന്നും നടന്നതായി എനിക്കറിയില്ല. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോ ഇവിടെ എന്തൊക്കെയാ നടന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അല്ല, ഇതിപ്പോ കുത്തിപ്പൊക്കിയത് പാർവതിയല്ലേ? അവൾക്ക് ഗായത്രി ചേച്ചിയുടെ ദർശനം ഉണ്ടായപ്പോ ചേച്ചിയാണ് അവളോട് വരലക്ഷ്മി പൂജ നടത്താൻ പറഞ്ഞത്. പിന്നെ ഗായത്രിന്റെ അവൾക്ക് ദർശനം കൊടുക്കാൻ പോവല്ലേ? ഇതൊക്കെ അവളുടെ ആടവല്ലേ ആന്റി?
ചത്ത തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവരെ എങ്ങനെയാ ദർശനം കൊടുക്കുന്നത്? നമ്മൾ ഏത് കാലത്താ ജീവിക്കുന്നത്? ഇതേ 21-ാം നൂറ്റാണ്ടാ. ഈ കാലത്ത് ഇവിടെ പ്രേതമില്ല, ഭൂതമില്ല, ഒരു കുന്തമില്ല ആന്റി. ഇതൊക്കെ കാണാൻ പറ്റും പല സിനിമയിലോ സീരിയലിലോ ഒക്കെ. അപ്പോ നിനക്കിതിലൊന്നും വിശ്വാസമില്ലേ? ആന്റി, ചേരിയെ തിന്നുന്ന നാട്ടില് പോയാ നടുക്കഷ്ണം തിന്നണമെന്ന് പറയുന്ന പോലെയാ. ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ ഗായത്രി ആന്റിയുടെ ആത്മാവ് വരാറുണ്ട് പോവാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോ വിശ്വാസവും പൂജയൊക്കെയാ. എന്നാ പിന്നെ ഞാനായിട്ട് മാറി നിക്കണ്ടെന്ന് കരുതിയാ ഈ കൂത്താട്ടത്തിനൊപ്പം ഞാനും തുള്ളുന്നത്. അപ്പൊ പാർവതി ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ കാണാറുണ്ടെന്ന് പറയുന്നത് വെറും അടവാണെന്നാണോ നിന്റെ അഭിപ്രായം? പിന്നല്ലാതെ ഇവിടെ അവള് മാത്രല്ലേ ഗായത്രി ആന്റിയുടെ ആത്മാവിനെ കാണുന്നുള്ളൂ. മറ്റാരും അത് കാണുന്നില്ലല്ലോ. അതെന്താ? അതെന്താ? ഗായത്രി ആന്റിയുടെ സ്വന്തം മോനല്ലേ വിശാല്. എന്നിട്ട് വിശാലിന് എന്താ അമ്മയെ കാണാൻ പറ്റാത്തെ? അപ്പോ ഇത് മുഴുവൻ പാർവതിയുടെ നമ്പർ മാത്രമാ. ഗായത്രി ആന്റിയുടെ ആത്മാവിന്റെ പേരും പറഞ്ഞ് അവൾക്കിവിടെ അവളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം. അവൾക്ക് ഈ വീട്ടിലെ സ്ഥാനം ഉറപ്പിക്കണം. ഇവിടത്തെ കെട്ടിലമ്മ ആവണം. ഗായത്രി ആന്റിയുടെ പകരക്കാരി ആവണം. ഇതൊക്കെയാണ് അവളുടെ ഗൂഢലക്ഷ്യം. അതിനുവേണ്ടി അവള് നടത്തുന്ന നാടകത്തിനൊപ്പം തുള്ളാൻ മറ്റുള്ളവരും. എല്ലാവരും അവൾ പറയുന്നത് വിശ്വസിക്കുമ്പോ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പൊളിച്ചടുക്കണം. അവളുടെ സകല കള്ളത്തരങ്ങളും പൊളിച്ചടുക്കണം. അല്ല ജാസ്മിൻ, അതൊക്കെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണോ? ദേ, ഒരു ദിവസം കൊണ്ടൊന്നും അത് സാധിച്ചെന്ന് വരില്ല. കാരണം അത്രമാത്രം വിശ്വാസം അവൾ ഇവിടെ ഉള്ളവർക്കിടയില് സാധിച്ചെടുത്തിട്ടില്ലേ. പക്ഷേ ക്രമേണ അവള് പറയുന്നത് ഈ വീട്ടിലെ അംഗങ്ങൾ വിശ്വസിക്കാത്ത തരത്തിലുള്ള സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനെ നമ്മൾ കുറച്ചുകൂടി കരുതി പെരുമാറണം. എന്ത് വേണമെന്ന് നീ പറയേ. എന്തിനും നിന്റെ ഒപ്പം ഞാനുണ്ടാവും. ഗായത്രി ആന്റി പറഞ്ഞു എന്നുള്ള വ്യാജേന പാർവതി വരലക്ഷ്മി പൂജ നടത്താൻ പോവാണല്ലോ. പകരം ആ പൂജ എനിക്ക് നടത്തണം. എന്തു പറയുന്നു? ഭാവിയില് ഈ വീടിന്റെ മരുമോളാവാൻ പോകുന്നവളല്ലേ? നീ വിശാലിന്റെ ഭാര്യയാവാൻ പോകുന്നവളല്ലേ? ആ സ്ഥിതിക്ക് വരലക്ഷ്മി പൂജ ഇപ്പൊ നീ ചെയ്യുന്നത് തന്നെയാ നല്ലത്. എങ്കിലും ആന്റി വാ, നമുക്ക് പോയി പൂജ നടത്താൻ ഒരുങ്ങിയിരിക്കുന്ന അവളെ ഒന്ന് കാണാം. നീ വാ വാ. ഗാർഗി അതിങ്ങോട്ട് എടുക്ക. അല്ല പാർവതി, ഇതുവരെ പൂക്കൾ കെട്ടി തീർന്നില്ലേ? ഇങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നാലേ പൂജാ സമയമായാലും കെട്ടി തീരില്ലല്ലോ. വേഗം കെട്ടാൻ നോക്ക്. ആ അതെ, ആന്റി ഇപ്പൊ എവിടുന്നാ വരുന്നേ? ഞാൻ നിന്നോട് സംസാരിച്ചിട്ടില്ല, പാർവതിയോടാ സംസാരിച്ച. പാർവതി, ഞാൻ പറയുന്ന കേക്ക്. വേഗം മാല കെട്ടി തീർക്ക്. ആന്റി ആരോടായി ഓർഡർ ഇടുന്നേ? ആന്റിയുടെ ഈ കൽപ്പനകളൊക്കെ അനുസരിക്കാനേ പാർവതി ഈ വീട്ടിലെ വേലക്കാരിയൊന്നും അല്ല. പാർവതി ഈ വീട്ടിലെ മഹാലക്ഷ്മിയാ, മഹാലക്ഷ്മി. ഇവളിവിടുത്തെ മഹാലക്ഷ്മിയാണെന്നോ? വെറും കൈയോടെ കയറി വന്ന ഒരാളെങ്ങനെയാ മഹാലക്ഷ്മിയാവുന്നേ? മഹാലക്ഷ്മി ആവണെങ്കിലേ കൈ നിറയെ പണം വേണം. ഇവൾക്ക് അതൊന്നുമില്ലല്ലോ. ഇവളെ വെറും പിച്ച ലക്ഷ്മിയാ, പിച്ച ലക്ഷ്മി. രണ്ടുപേരുടെ അട്ടഹാസം. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാ. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ രണ്ടുപേരും ശ്രമിക്കരുത്. പാർവതി മിണ്ടാതെ നിൽക്കുന്നു കരുതിയേ അവളുടെ തോളത്ത് കയറി ചെവിയടിക്കാൻ നിൽക്കരുത്.
ഇന്ന് വരലക്ഷ്മി പൂജ നടത്തേണ്ടവളാ പാർവതി. അവളതിന്റെ ഒരുക്കത്തിലാ. അവളെ നോക്കി അപഹസിച്ചാലുണ്ടല്ലോ, അത് മഹാലക്ഷ്മിയെ അപഹസിക്കുന്നതിന് തുല്യമായിരിക്കും. അത് പാപമാണ്. വെറുതെ പാപമേറ്റു വാങ്ങണോ? ഇവളാണ് പൂജ നടത്താൻ പോന്നേന്ന് ആര് പറഞ്ഞു? പൂജയെ ഞാൻ നടത്തും. നീയാ പൂജ നടത്തുന്നെന്ന് ആര് പറഞ്ഞു? ആര് പറയണം? ഞാൻ തീരുമാനിച്ചു. സുശീൽ ആന്റി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നിങ്ങള് രണ്ടുപേരും മാത്രമായിട്ട് അത് തീരുമാനിച്ച പോരാ. വരലക്ഷ്മി പൂജ നടത്തേണ്ടത് ഈ കുടുംബത്തിലെ അംഗമായിരിക്കണം. അതാണ് ആചാരം. ജാസ്മിൻ എന്നാ ഈ കുടുംബത്തിലെ അംഗമായത്? ജാസ്മിൻ ഇവിടുത്തെ മെമ്പർ അല്ല. ആ സ്ഥിതിക്ക് ജാസ്മിൻ ഇവിടെ ഈ കുടുംബത്തിൽ പൂജ നടത്താൻ പറ്റില്ല. ജാസ്മിന് വരലക്ഷ്മി പൂജ നടത്തണമെങ്കിൽ ജാസ്മിന്റെ വീട്ടിൽ പോയി നടത്തണം. അല്ല, സുശീൽ ആന്റിക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ? അമേരിക്കയിൽ പോയപ്പോ ആന്റി ഇതൊക്കെ അങ്ങ് മറന്നുപോയോ? ജാസ്മിനെ, ഇവിടുത്തെ വരലക്ഷ്മി പൂജ ഈ വീട്ടിലെ മഹാലക്ഷ്മിയായ പാർവതി തന്നെ നടത്തും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് കൂടുതൽ വാചകം ഒടിച്ച് ചമ്മാ നിൽക്കാതെ നല്ല മനസ്സോടെ വന്ന് പൂജയിൽ പങ്കുകൊള്ളാൻ നോക്ക്. ചെല്ലേ.